കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ മൗനം തുടർന്ന് GCDA. കരാറിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ചെയർമാൻ ഒഴിഞ്ഞുമാറി. കായികമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഡിയം കൈമാറിയതെന്നാണ് വിശദീകരണം. സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. GCDA ഇല്ലാത്ത കരാർ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണെന്ന് കോൺഗ്രസും ആരോപിച്ചു. 2024 സ്പോൺസർക്ക് മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെ സർക്കാരിന്റെ കത്ത് ലഭിച്ചെന്നും 2025 സെപ്റ്റംബർ 19 കായികമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഡിയം കൈമാറിയതെന്നുമാണ് GCDAയുടെ വിശദീകരണം. സ്പോർട്സ് കേരള ഫൗണ്ടേഷനായിരുന്നു നടത്തിപ്പ് ചുമതല. സെപ്റ്റംബർ 25 ചേർന്ന GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്തെന്ന് പറഞ്ഞ GCDA ചെയർമാൻ കരാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. കരാർ ഉണ്ടാക്കേണ്ട ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. കരാർ എപ്പോഴും ഇല്ലാണ്ട് ഇത്രയും പണികളൊക്കെ ഒരാളെ ഏൽപ്പിക്കുക 30-ാം തീയതി വരെ ഒരു സമയം കമ്മ്യൂണിക്കേറ്റകത്ത് എല്ലാം ഉണ്ട്. അതിൽ ഈ കാര്യങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. അതിൽ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ ഇപ്പോൾ പറയാനുള്ളൂ. കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നും നടപടികളിൽ സുതാര്യതയില്ലെന്നുമാണ് GCDAയുടെ ജനറൽ കൗൺസിൽ മെമ്പറും സ്ഥലം MLAയുമായ ഉമാ തോമസിന്റെ വാദം. എന്നെ GCDA കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിങ്ങിൽ വിളിച്ചിരിക്കുന്നത്. GCDA ഒരാൾക്ക് കൊടുത്തിട്ട്, ഒരു ചാനലുകാരന് കൊടുത്തിട്ട് ഇതങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിലാണ് ഇത് ചെയ്യുക? വിശ്വാസമില്ലാത്ത ഒരാളെ കൂട്ടുപിടിച്ച് വൻ കൊള്ളയ്ക്ക് സർക്കാർ ശ്രമിച്ചെന്നും സ്പോൺസറുടെ മുൻകാല ചരിത്രവും പണത്തിന്റെ ഉറവിടവും അന്വേഷിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം. സർക്കാരിൻ്റെ പൊതു കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ കോടാനുകോടി രൂപ കൊടുത്ത് ഉണ്ടാക്കിയ സ്ഥലങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തീരെഴുതി കൊടുക്കാനുള്ള ഒന്നല്ല. അപ്പോൾ അതിന് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. ഫിഫയുടെ അനുമതി ലഭിച്ചാൽ കളി നടക്കുമെന്നും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയാണെന്നും കായികമന്ത്രി V. അബ്ദുറഹ്മാനും പ്രതികരിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ്. ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളി നടത്താം. നോക്കോ, അതിനും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട്. അതിന്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നവംബർ 30-നകം സ്റ്റേഡിയം കൈമാറുമെന്ന സ്പോൺസർമാരുടെ വിശദീകരണത്തിനിടയിലും കരാറിലെ അവ്യക്തത അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. മീഡിയ 1 കൊച്ചി.